Hi all, welcome back. EE301 ലാസ്റ്റ് ലെക്ചർ സീരീസ് ആണ് മൊഡ്യൂൾ 6 ഫൈനൽ ലെക്ചർ സീരീസ്. ട്യൂട്ടോറിയൽസ് ഇടക്കിടും. ഇത് ലെക്ചർ സീരീസിലെ ലാസ്റ്റ് നമ്മളെ ടോപ്പിക് ഓൾമോസ്റ്റ് നമ്മൾ തിയററ്റിക്കൽ എല്ലാം കവർ ചെയ്തു. ഫസ്റ്റ് മൊഡ്യൂളിലത്തെ തിയറി ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് മൊഡ്യൂളിൽ ചെയ്തിട്ടുണ്ട്, തേർഡ് മൊഡ്യൂളിൽ ഞാൻ സ്റ്റുഡൻസിന് PDF കൊടുത്തിരിക്കുകയാണ് പറഞ്ഞു കൊടുത്തിട്ട്. അതേപോലെ ഫോർത്ത് മൊഡ്യൂള് ഇതിലും കുറച്ച് ട്യൂട്ടോറിയൽ. അപ്പൊ ഫോർത്തും തേർഡിന്റെയും ഫിഫ്തിന്റെയും സമയത്തിനനുസരിച്ച് ഞാൻ ഇടും. ഓക്കെ, ഇതിലെ ടോപ്പിക്സ് കവേർഡ് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് DC ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതിന്റെ കാൽക്കുലേഷൻ, അതുപോലെ AC ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേഷൻ, മെത്തേഡ്സ് ഓഫ് സോൾവിങ് AC ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലംസ്. ഇത്രയും സാധനങ്ങളാണ്, അതിന്റെ ഇക്വേഷൻസ് ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. The most general method of classifying DC distributors is the way they are fed by the feeders. എങ്ങനെയാണോ അത് ഫെഡ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. On the basis DC distributors are classified as the distributor fed at one end, distributor fed at one end, distributor fed at both ends. രണ്ട്, അതായത് distributor fed at one end, both end, distributor fed at center, സെന്ററിൽ ഫെഡ് ചെയ്തിരിക്കുക റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ. അതിൽ ഫസ്റ്റ് ആണ് distributor fed at one end. In this type of feeding, the distributor is connected to the supply at one end. ഇവിടെ ഒരു supply ലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? Loads are taken from different points along the length of the distributor. Figure shows the single line diagram. The single line diagram of a DC distributor ആണ്. Okay, AB എന്നുള്ള ലൈൻ ഫെഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതിലെ സിംഗ്ലി ഫെഡ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയും. ഇവിടെ ലോഡ്സ് I1, I2, I3, I1, I2, I3 എന്ത് ചെയ്തിട്ടുണ്ട്? ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ അറ്റ് CDE എന്നുള്ള ഇതാണ് എടുത്തിട്ടുള്ളത്. ഫോളോയിങ് പോയിന്റ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. കറന്റ് ഇൻ ദ വേരിയസ് സെക്ഷൻസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവേ ഫ്രം ദ ഫീഡിംഗ് പോയിന്റ് ഗോഡ്സ് ഓൺ ഡിഗ്രീസിംഗ്. ഇവിടുന്ന് A ൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ I1, I2, I3 ആയിരിക്കും. ഇവിടേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? I1 ഇങ്ങോട്ട് പോയി അപ്പൊ I2 plus I3 ഇങ്ങോട്ട്. അപ്പൊ അങ്ങനെ പോകുന്നതോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. The voltage across the loads away from the feeding points goes on decreasing. Thus, in figure, minimum voltage across at the load point E. അപ്പൊ E അവിടെ എന്താണ്? മിനിമം ലോഡാണ് ഉണ്ടാവുക. ഇനി അവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു ഫോൾട്ട് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്റെ സിസ്റ്റം സപ്ലൈയിൽ നിന്ന് കട്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂറ്റി ഇന്ററപ്റ്റ് ചെയ്യും. ഇനി ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ് പറഞ്ഞാൽ രണ്ട് എൻഡിൽ നിന്നും ഫെഡ് ചെയ്യണതിനാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ് പറയാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ലോഡ്സ് ടാപ്പ് ചെയ്തിട്ടുണ്ടാവും. ദ വോൾട്ടേജ് അറ്റ് ഫീഡിംഗ് പോയിന്റ്സ് രണ്ടിന്റെയും ഫീഡിംഗ് പോയിന്റ്സിലുള്ള വോൾട്ടേജ് ഈക്വൽ ആവാം, ഈക്വൽ ആവാതിരിക്കാം. ഇതൊരു സിംഗിൾ ലൈൻ ഡയഗ്രാം ആണ് AB എന്നുള്ളത്. ഇവിടെ I1, I2, I3 ആയിട്ട് ടാപ്പ് ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് CDE എന്നുള്ള സ്ഥലത്ത് നിന്ന്. ലോഡ് വോൾട്ടേജസ് എന്ത് ചെയ്യും? ഇവിടുന്ന് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യും. സേ എയുടെ അവിടുന്നാണെങ്കിൽ റീച്ചിങ് മിനിമം വാല്യൂ എന്നിട്ട് എന്ത് ചെയ്യും? വൺ സെക്കൻഡ്, പെട്ടെന്നേ ചുമളത് വന്നു. ഇവിടെ എയുടെ അവിടുന്നാണ് ഫീഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. എയുടെ അവിടുന്നാണ് ഫീഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ പോയിട്ട് ഒരു സെർട്ടൻ ലെവൽ വരെ മിനിമം ആവും. പിന്നെ അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അത് കാരണം എന്താ? രണ്ട് സൈഡിൽ നിന്നും വരണമാണ്. അപ്പൊ മിനിമം വോൾട്ടേജ് occurs at some load point that is never fixed. എവിടെയാണെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് വിത്ത് ദ വേരിയേഷൻ ഓഫ് ലോഡ് ഓൺ ഡിഫറെന്റ് സെക്ഷൻ. ഇവിടെ ഈ I1, I2, I3 എടുക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അതിന്റെ പോയിന്റ് മാറിക്കൊണ്ടിരിക്കും. അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇഫ് എ ഫോൾട്ട് occurs on one feed point, ഒരു ഫീഡ് പോയിന്റിൽ ഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡിൽ നിന്ന് എന്ത് ചെയ്യാം? ഫീഡ് ചെയ്യാം. Okay, in case of fault on any section, the distributor, the continuity of the supply is maintained from the other feeding point. Okay, the area of cross section for a doubly fed distributor is much less than that of a ഒരു സിംഗിൾ ഫെഡ് ഇതിനെക്കാട്ടും ഏരിയ ഇതിന് എന്താണ്? കുറച്ചു മതി. ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ദ സെന്റർ, അത് സെന്ററിലാണ് ഉണ്ടാവുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും? സിംഗ്ലി ഫെഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി എന്ത് ചെയ്തിട്ടുണ്ടാവും? കൊടുത്തിട്ടുണ്ടാവും. കോമൺ ഫീഡിംഗ് പോയിന്റ്സ് ഉണ്ടാവും. അത് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടാവും. അടുത്ത റിംഗ് മെയിൻ സിസ്റ്റം. റിംഗ് മെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റിംഗ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ അതിൽ എന്താണ്? ഒരു ഡിസ്ട്രിബ്യൂട്ടർ റിംഗ് ആണ് ഉണ്ടാവുക, ഒരു ഫീഡർ വന്നിട്ടുണ്ടാവും, പിന്നെ I1, I2, I3 പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? പോയിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ DC ഡിസ്ട്രിബ്യൂഷന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നാണ്. In addition to the methods of the feeding discussed above, a distributor may have concentrated loading ഉണ്ടാവും, യൂണിഫോം ലോഡിംഗ് ഉണ്ടാവും, ബോത്ത് കോൺസെൻട്രേറ്റഡ് ആൻഡ് യൂണിഫോം ലോഡിംഗ് ഉണ്ടാവും. നേരത്തെ നമ്മൾ ഇതാക്കിയതിന് പകരം ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ലോഡിംഗ് ടൈപ്പ് ഉണ്ടാവും, യൂണിഫോം മൊത്തം യൂണിഫോം ആയിട്ട് ലോഡ് ചെയ്തിട്ടുണ്ടാവും, രണ്ടും കൂടിയിട്ടുണ്ടാവും. കോൺസെൻട്രേറ്റ് ലോഡ്സ് ആർ ദോസ് വിച്ച് ആക്ട് ഓൺ പർട്ടിക്കുലർ പോയിന്റ്സ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഡിസ്ട്രിബ്യൂട്ടറിൽ ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക? കോൺസെൻട്രേറ്റ് ലോഡിംഗ് എന്ന് പറയുക. In DC distribution calculation, one important point of interest is the
determination of point of minimum potential on the distributor. DC distribution calculation ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ minimum potential on the distributor നമുക്ക് കണ്ടുപിടിക്കണം. The point where it occurs depends upon the loading condition and the method of feeding distributor. എങ്ങനെയാണോ ഫീഡിങ് ചെയ്തിട്ടുള്ളത്, ലോഡിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, അതിനനുസരിച്ചിട്ടാണ് ആ പോയിന്റ് ഉണ്ടാവുക. The distributor is so designed that the minimum potential on it is not less than 6% of rated voltage of the consumer terminal. Distributor is designed so that എങ്ങനെ minimum potential എങ്ങനെയായിരിക്കും, not less than 6% of rated voltage of the consumer's terminal ആണ്. First one, DC distributor fed at 1 end. അത് concentrated loading എങ്ങനെയാണ് നോക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു സിംഗിൾ ആയിട്ട് 2 വയർ DC ഡിസ്ട്രിബ്യൂട്ടർ ഇതിന്റെ കാണിച്ചിരിക്കുന്നത്. എ ഉണ്ടാവുന്നത് ഫെഡ് ചെയ്തിട്ടുണ്ട്. കോൺസെൻട്രേറ്റഡ് ലോഡ് I1 I2 I3 ആയിട്ട് തന്നിട്ടുണ്ട്, I4 ആയിട്ട്. ടാപ്പ് ചെയ്തിരിക്കുന്ന I1 സിയിൽ നിന്നും I2 ഡിയിൽ നിന്നും I3 ഇയിൽ നിന്നും I4 എവിടെ നിന്നാണ്, എഫിൽ നിന്നാണ്. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് R1 ഇൻ ബിറ്റ്വീൻ AC, R2 ഇൻ ബിറ്റ്വീൻ CD, R3 ഇൻ ബിറ്റ്വീൻ DE ആൻഡ് R4 ഇൻ ബിറ്റ്വീൻ F. ഈ ഫിഗർ ഒന്ന് വരച്ചു വെക്കണം, നമ്മൾ അടുത്തതിൽ ഇതിന്റെ കാൽക്കുലേഷൻസ് ചെയ്യാൻ പോകണം. ഈ കറണ്ട് ഫെഡ് ഫ്രം പോയിന്റ് എ എന്താണ്, I1 I2 I3 I4 എല്ലാം കൂടി ആഡ് ചെയ്താണ് ഇവിടെ വരിക. അതാണ് ഈ എഴുതിച്ചത്. കറണ്ട് അറ്റ് AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4 രണ്ടും സെയിം ആയിരിക്കും അല്ലെ. ഇനി CD സെക്ഷനിലാവുമ്പോൾ എന്താണ്, I1 കുറയും അല്ലെ, I2 പ്ലസ് I3 പ്ലസ് I4 ആവും. ഇവിടെ എന്താണ്, I3 പ്ലസ് I4 ആവും. ഇവിടെ എന്താണ്, I4 ആവും. അതാണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സെക്ഷൻ AC എന്താണ്, this resistance into this current, അതെന്താണ്, R1 into this current. വോൾട്ടേജ് അക്രോസ് CD എന്താണ്, R2 into this current. വോൾട്ടേജ് അക്രോസ് DE എന്താണ്, R2 into this current. ഇത് എത്രയാണ്, ഇതാണ്. അപ്പൊ therefore total voltage drop in the distributor എന്ന് പറഞ്ഞാൽ എന്താണ്, R1 ഇവിടെ നോക്കി നോക്കിയേ, R1 into this current plus ഇതെല്ലാം കൂടി ആഡ് ചെയ്തു. It is easy to see the minimum potential will occur at F. Point F is farthest away from the feeding point. ഇതിന്റെ മിനിമം എവിടെയാണ് നിൽക്കുന്നത്, എഫിന്റെ അവിടെയാണ്. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് ഫാർദർ ആയിട്ട് അതാണ് നിൽക്കുന്നത്. കാരണം ഇവിടുത്തെ ഡ്രോപ്പുകൾ വെച്ച് നോക്കിയാൽ മതി മിനിമം എത്രയാണെന്നുള്ളത്. ഓക്കെ, നേരത്തെ കോൺസെൻട്രേറ്റഡ് ആയത്, ഇവിടെ യൂണിഫോംലി ആണ്. അപ്പൊ ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഒരു 2 വയർ DC യൂണിഫോം ആയിട്ട് വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് കണക്കാക്കണം. സോ ഫിഗർ ഷോസ് ദ സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് എ 2 wire distributed fed AB fed from one end A. The loaded uniformly with the current I amps, uniformly at I ampere per meter length കൊടുത്തിട്ടുണ്ട്. It means that every 1 meter length of the distributor the load tap is I ampere. അപ്പൊ ഓരോ ഇതിലും എന്താണ്, I ampere. Let L be the meters be the length of the distributor and R be the ohms be the resistance of per meter. Therefore consider a point C on the distributor. ഒരു C എന്നുള്ള ഡിസ്ട്രിബ്യൂട്ടർ എടുക്കുക. അവിടുന്ന് X meters from the feeding point A, അതായത് A എന്നുള്ള X എന്നുള്ള ഇത് A പോയിന്റ് X എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുക. The current at that point C is എന്താണ്, I into L ആണ് അല്ലെ, ഈ ലെങ്ത് into കറണ്ട് അല്ലേ, I into L മൈനസ് എന്താണ്, IX ആംപിയേഴ്സ്. അതായത് ഇവിടെ എങ്ങനെയാണ് വരുന്നത്, I into L മൈനസ് IX ആംപിയേഴ്സ് ആണ് എന്ത്, ഇതിന്റെ അപ്പൊ I into L minus X ആണ് ഈ കാണിച്ചിരിക്കുന്നത്. Now consider a small length dx near point C. ഒരു small length dx consider ചെയ്യാം. Its resistance is R into dx. The voltage drop over length dx എന്തായിരിക്കും, dV is equal to ഈ പറയുന്ന ഇതിന് എന്താണ് dV എന്താണ്, ഇവിടെ V നമ്മൾ എന്താ പറഞ്ഞു, സോറി D പറഞ്ഞു, ഇവിടെ dV ആണ് അല്ലെ. അപ്പൊ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, I into R ആണ്. അപ്പൊ I into L minus X ഇവിടെ ഉണ്ട് into R dx. That is I into R into L minus X dx. Okay. The total voltage drop in the distributor up to point C. Up to point C വരെയുള്ള total voltage drop എന്ന് പറഞ്ഞാൽ എന്താണ്, 0 to X വരെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. V is equal to എന്താണ്, ഈ IR into L minus X dx നെ ഇന്റഗ്രേറ്റ് ചെയ്യുക ഫ്രം 0 to X, 0 നിന്ന് X വരെയുള്ളത്. That is IR into L into Lx minus X square by 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആ ഫിഗർ ഒന്ന് വരച്ചു നോക്കണം. ഓക്കെ, the voltage of point B, that is the whole length distributor can be obtained by എന്താണ്, X ന് L കൊടുത്താൽ വരെ, X വരെയുള്ളതാണ് നമ്മൾ നോക്കിയത്, അതിന് വരെ L കൊടുത്താൽ വരെ. അപ്പൊ എന്താണ്, voltage of over the distributed AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, I into R into ഇവിടെ Lx ആയിരുന്നു, L into L minus X square by 2 ന് പകരം L square by 2 ആണ്. അപ്പൊ എന്താണ്, 1 by 2 IR L square, that is 1 by 2 into IL into IR. IL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ I ആയിട്ട് ചേർത്തു, IR നെ ക്യാപിറ്റൽ RL നെ ക്യാപിറ്റൽ R ആക്കി എടുത്തു. ദാറ്റ് ഈസ് IL എന്ന് പറഞ്ഞാൽ
I, total current entering at a point A. RL എന്ന് പറഞ്ഞാൽ R, the total resistance of the distributor. Thus, in a uniform loaded distributor fed at one end, the total voltage drop is equal to the produced by the whole of the load assumed to concentrated at the middle point. Middle point concentrate ചെയ്തായിട്ട് നമ്മൾ ചെയ്യാം. ഇനി distributor fed at both ends, that is concentrated loading. Method single അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whenever possible, it is desirable that a long distributor should be fed at both ends instead of one എൻഡിന് പകരം രണ്ട് സൈഡിലും കൊടുക്കും. കാരണം എന്താണ് വോൾട്ടേജ് ഡ്രോപ്പ് കൺസിഡറബിളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രോസ് സെക്ഷൻ നമുക്ക് കൂട്ടാം എന്തിന്റെ കണ്ടക്ടറിന്റെ. The two ends of the distributor may be supplied with two things, equal voltages and unequal voltages. Next, two ends fed with equal voltage. രണ്ട് end equal voltage ആയിട്ട് fed ചെയ്താൽ consider distributed line AB fed at both ends with equal voltage V. Okay, having concentrated loads, that is I1, I2, I3, I4, I5 എന്നുള്ള concentrated load രണ്ടെണ്ണം സൈഡിലും ഫിറ്റ് ചെയ്തു. ഓക്കെ, ഈ I1 C എന്നും ഇതൊക്കെ റെസ്പെക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പറയാൻ പറ്റും as we move away from the following feeding points, say A, PD across the voltage decreases. It will reach a minimum value at the some load point, say E. ഇവിടെ മിനിമം ആയിട്ട് then again starts rising. എന്ത് ചെയ്യും, അവിടെ റൈസ് ചെയ്യും, becomes V volts as we reach the other feeding point B. അപ്പൊ ഇവിടുന്ന് വോൾട്ടേജ് വന്ന് ഇവിടെ ഏറ്റവും മിനിമം ഒന്ന് കൺസിഡർ ചെയ്യും, എന്നിട്ട് പിന്നെ കൂടിയിട്ട് ഇവിടെ നിന്ന് വരും. അപ്പൊ അതിന് നേരെ വൈസ് വേഴ്സ കൊണ്ടുവരും. All the currents tapped off between A and E minimum PD point will be separated from the feeding point A, while those tapped off between B and E will be separated from the feeding point B. അപ്പൊ ഇതേവരെയുള്ള എയിലും ഇതേവരെയുള്ള എന്താണ് ബി ആൻഡ് ഇയിലുള്ള ആരാണ്, ബി ആണ് ഫീഡ് ചെയ്തിട്ടുണ്ടാവുക. The current tapped off at point E itself will be partially supplied from A and partially supplied from B. അപ്പൊ ഇതിൽ എന്ത് ചെയ്യും, കുറച്ച് എയിൽ നിന്നുണ്ടാവും, കുറച്ച് ബിയിൽ നിന്നുണ്ടാവും. Thus, if these currents are X and Y ആണെങ്കിൽ we can say that I3 is equal to X plus Y. Therefore, we arrive at a very important conclusion that at the point of minimum potential, current comes from both ends of the distributor. Of minimum potential. It is generally desired to locate the point of minimum potential. Point of minimum potential കണ്ടുപിടിക്കാം. There is a simple method for it. ഒരു simple method ഉണ്ട്. Consider a distributed AB having the three concentrated loads I1, I2 and I3 at points C, D and E respectively. Suppose that current supplied by feeding end is IA. Feeding end A is IA. Now what about the current through the branch AC? It is nothing but IAC. ഇത് I1, I2, I3 ആണ്. കട്ട് ചെയ്തപ്പോൾ ചെറിയത് തന്നാൽ ഇതിൽ നോക്കിയറിയാം I1, I2, I3. ഓക്കെ, അപ്പോൾ സോ ഇറ്റ് ഈസ് വാട്ട് അബൌട്ട് IAC? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് IA. ഇനി ICD ആണെങ്കിൽ എന്താണ്, ദിസ് ബ്രാഞ്ച് മൈനസ് ദിസ്. കാരണം എന്താണ്, ഇതാണ് ഇൻകമിംഗ് കറണ്ട്, ഇത് ഔട്ട് ഗോയിങ് കറണ്ട് ആണ്, ഇത് ഔട്ട് ഗോയിങ് കറണ്ട് ആണ്. കിർച്ചോഫ് കറന്റ് ലോ ചെയ്യുന്നത് IA മൈനസ് I1 വന്നു. വാട്ട് അബൌട്ട് IDE? അപ്പോൾ IAC ഇതേ വരുന്ന കറണ്ട് മൈനസ് I2 ചെയ്താലോ. അപ്പോൾ ഇതേ വരുന്ന കറണ്ട് എന്താണ്, IA മൈനസ് I1 ആണ്, മൈനസ് I2. Then what about current IEP? It is nothing but ഇതേ വരെയുള്ള കറണ്ട്, ഏത് IDE വരെയുള്ള കറണ്ട്, അതെന്തൊക്കെയാണ്, IA മൈനസ് I1 മൈനസ് I2 മൈനസ് IA മൈനസ് I1 മൈനസ് I2 മൈനസ് ലാസ്റ്റ് വൺ ഇതെന്താ I3. ഓക്കെ, അങ്ങനെയാണ് ഇത് കിട്ടിയത്. Now what will be the voltage drop between A and B? A and B അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് VV ആയിട്ട് എടുക്കാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇവിടുത്തെ എല്ലാ കറണ്ടും ഇൻഡിവിജ്വൽ കറന്റ് IAC ഇൻറ്റു കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് ഇവിടുത്തെ എത്രയാണ്, ICD ഇൻറ്റു ഇവിടുത്തെ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ്, IDE ഇൻറ്റു ഇവിടുത്തെ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ്, ഇതെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. IA ഇൻറ്റു RAC അതാണ് ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ്. ഇവിടുത്തെ എന്താണ് ICD ഇൻറ്റു RCD. അപ്പൊ ICD ഇവിടെ എന്താണ് IA മൈനസ് I1, അത് ഇവിടെ ഇട്ടു ഇൻറ്റു RCD. പിന്നെ എന്താണ് IDE എന്താണ് ഇവിടെ ഉള്ളത്, IA മൈനസ് I1 മൈനസ് I2 ഇൻറ്റു RDE. അങ്ങനെ ഇത് ഫുൾ എഴുതി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് അൺനോൺ IA എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം എന്താണ്, RAC എന്താണെന്ന് അറിയാം, I1, I2 എന്താണെന്ന് അറിയാം, നമ്മൾ വോൾട്ടേജ് എത്ര അപ്ലൈ ചെയ്യണം അറിയാം. ഓക്കെ, സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദിസ്. ഇനി ഇതിൽ എന്താ പറയുക, സപ്പോസ് ദ ആക്ച്വൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ various sections of the distributor are indicated as shown in this figure. ഈ ഫിഗറിൽ ഇൻഡിക്കേറ്റ് ചെയ്തത് the load point where the current are coming from both sides of the distributor is the point of minimum potential, that is point E.
ഇവിടെ ഇതായിരിക്കും എന്ത് മിനിമം പൊട്ടൻഷ്യൽ ഉണ്ടാവുക. മനസ്സിലായോ? കാരണം ഇവിടുന്ന് നമ്മൾ ഇതാക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് വരുന്ന എവിടെയാണ്? ഇവരാണ്. ഓക്കെ. ടു എൻഡ്സ് ഫെഡ് വിത്ത് അൺഈക്വൽ വോൾട്ടേജസ്. ഇനി രണ്ട് എൻഡ് അൺഈക്വൽ വോൾട്ടേജ് ആയിട്ട് ഫെഡ് ചെയ്തിരിക്കുക. ഇതേവരെ ഈക്വൽ വോൾട്ടേജ് ആയിരുന്നു. Figure shows the distributed AB fed with unequal voltages and A being V1 and B being V2. The point of minimum potential can be found by the following same procedure. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ എ ബി ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? V1 മൈനസ് V2 ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ എ ബി. Next, uniformly loaded distributor fed at both ends. Uniform നമ്മൾ കോൺസെൻട്രേറ്റഡ് പറഞ്ഞു. ഇനി എന്താണ്? യൂണിഫോംലി ലോഡഡ് സർക്യൂട്ട്. ഓക്കെ, അത് അറ്റ് ബോത്ത് ends. There can be two cases. എന്താണ്? ഈക്വൽ വോൾട്ടേജിന്റെ കേസ് ഉണ്ടാവാം, അൺഈക്വൽ വോൾട്ടേജിന്റെ കേസ് ഉണ്ടാവും. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ബോത്ത് ends വിത്ത് ഈക്വൽ വോൾട്ടേജ്, ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് ends വിത്ത് ഈക്വൽ വോൾട്ടേജ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഡിസ്ട്രിബ്യൂട്ടറിന്റെ ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ആണ്. എ ആണ് ഒരു സൈഡും ബി ആണ് അടുത്ത സൈഡും. അപ്പൊ അതിന്റെ ഓവറോൾ ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ ആറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കറണ്ട് ഐ എന്താണ്? ഈക്വൽ വോൾട്ടേജ് അല്ലേ? അപ്പൊ സ്മോൾ ലെറ്റർ ഐയിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. Let the distributor be fed at feeding point A and B. Equal voltages say V. Okay. The total current supplied to the distributor. Total current supplied എന്തായിരിക്കും? I ആണ് നമ്മൾ അയക്കുന്നത് അല്ലെ? I എന്താണ്? ആംബിയൻസ് പെർ മീറ്റർ ആണ്. നമ്മൾ എത്ര മീറ്റർ ഉള്ളത്? എൽ മീറ്റർ ആണ്. അപ്പൊ ടോട്ടൽ കറന്റ് പറഞ്ഞാൽ എന്താണ്? ഐ ഇൻറ്റു എൽ ആണ്. ഇനി ആസ് ദ ടു എൻഡ്സ് ആർ വോൾട്ടേജ് ആർ ഈക്വൽ, രണ്ട് എൻഡ്സിലും ഈക്വൽ വോൾട്ടേജ് ആയതുകൊണ്ട് ദ കറന്റ് സപ്ലൈഡ് ഫ്രം ദ ഫീഡിംഗ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഐ എൽ ബൈ ടു. Therefore, the current supplied from each feeding point എന്താണ്? IL by 2 ആണ്. Consider a point C. ഒരു x ഡിസ്റ്റൻസിൽ C എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. Then the current at point C എന്ന് പറഞ്ഞാൽ എന്താണ്? IL by 2 ഉണ്ടാവും. ടോട്ടൽ കറന്റ് മൈനസ് ഇവിടെ എന്താണ്? IL by 2 ടോട്ടൽ മൈനസ് I ഇൻറ്റു എക്സ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് എഴുതാം? I ഇൻറ്റു L by 2 മൈനസ് എക്സ്. ആ ഫിഗർ ഒന്ന് നോക്കി നോക്കണം കേട്ടോ. ആ എക്സിന്റെ അപ്പുറത്ത് ഒരു ചെറിയ ഡി എക്സ് നിയർ പോയിന്റ് സിയിൽ നമ്മൾ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു. ഇത് റെസിസ്റ്റൻസ് എന്താണ്? ചെറിയൊരു നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് ആറാണ്. അപ്പൊ നമ്മളുടെ ആ കറക്റ്റ് ആ ഒരു ചെറിയ ഡി എക്സിന് വേണ്ടിയിട്ടുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ആർ ഡി എക്സ്. ആൻഡ് വെൻ ദ വോൾട്ടേജ് ഓഫ് ഓവർ ദ ലെങ്ത് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വി ഈസ് ഈക്വൽ ടു എന്താണ്? ആ നമ്മള് വോൾട്ടേജ് എഴുതിച്ചില്ലേ? മൈനസ് അല്ല ഐ ഇൻറ്റു 1/2 മൈനസ് എക്സ് ഇൻറ്റു എന്താണ്? ആർ ഡി എക്സ്. ഓക്കെ, അപ്പൊ ആറിന് അപ്പുറത്ത് കിട്ടും ഐ ആർ ഇൻറ്റു 1/2 അല്ല കേട്ടോ, എൽ ബൈ ടു ആണ് കേട്ടോ. സോറി, തെറ്റിപ്പോയതാ ഞാൻ പറഞ്ഞത്. എൽ ബൈ ടു കാരണം അത് ശ്രദ്ധിക്കുക. ഐ ആർ ഇൻറ്റു എൽ ബൈ ടു മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഫോർ വോൾട്ടേജ് ഡ്രോപ്പ് അപ് ടു സി നമ്മൾ സ്മോൾ കറന്റ് ഡി എക്സ്, സ്മോൾ ഡിസ്റ്റൻസ് ഡി എക്സിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പൊ എക്സ് വരെയുള്ള എക്സ് ലെങ്ത് ഉള്ളത് അപ് ടു പോയിന്റ് സി വരെയുള്ളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ 0 ടു എക്സിൽ നിന്ന് ഈ ഒരു ക്വാണ്ടിറ്റിനെ ഡി വിനെ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതെടുത്തിട്ട് എന്ത് ചെയ്തു? 0 ടു എക്സ് അപ്പ് ഇട്ടു, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു, അതിനെ ലിമിറ്റ് അപ്ലൈ ചെയ്തു, ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്തു. Obviously, the point of minimum potential will be the midpoint. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ഈക്വൽ വോൾട്ടേജ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിഡ് പോയിന്റ് ആണ് അതിന്റെ എന്ത് മിനിമം പൊട്ടൻഷ്യൽ പറയാം. Therefore, maximum voltage drop will occur at mid point. Maximum voltage drop എവിടെയാണ്? മിഡ് പോയിന്റിൽ occur ചെയ്യുള്ളൂ. അതെവിടെയാണ്? എക്സ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എൽ ബൈ ടു ആയിട്ട് കൊടുക്കാം അല്ലെ? മിഡ് പോയിന്റിലല്ലേ, ഈക്വൽ അല്ലേ ഇത് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സാധനം എടുത്തു, അതായത് വോൾട്ടേജ് ഡ്രോപ്പ് അപ് ടു സി എന്നല്ലേ. അവിടെ എന്ത് ചെയ്തു? എക്സിന് നമ്മൾ എന്ത് ചെയ്തു? എൽ ബൈ ടു ഇട്ട് കൊടുത്തു. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തായി? 1/8 ഐ ആർ എൽ സ്ക്വയർ കിട്ടി. ഇത് ഇട്ട് കൊടുത്ത് ഞങ്ങൾക്ക് കിട്ടും. സോ ഇറ്റ് വിൽ ബി 1/8 ഇൻറ്റു ഈ ഐ ആർ എൽ സ്ക്വയർ ഉണ്ടല്ലോ, അതിനെ എല്ലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഐ ഇൻറ്റു എൽ ആർ ഇൻറ്റു എൽ കൊടുത്തു. അതെന്താ? ഐ ഇൻറ്റു എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ കറന്റ് അക്രോസ് ദ കണ്ടക്ടർ ആണ്. ആർ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ അക്രോസ് ദ ഫീഡർ ആണ്.
അപ്പോൾ എന്താണ് ഐ ഇൻറ്റു ആർ. അപ്പോൾ ടോട്ടൽ കറണ്ട് ഫെഡ് ടു ദ ഡിസ്ട്രിബ്യൂട്ടർ ഫ്രം അതിന് ഐ ആയിട്ട് കൊടുത്തു, ഈ ഐ എല്ലിന് ഐ ഇട്ട് കൊടുത്തു. വി ഗെറ്റ് ഇറ്റ് ഈസ് 1/8 ഐ ആർ, മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ്. മിനിമം വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്? വി, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് മൈനസ് എന്താണ് മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ്. നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് അൺഈക്വൽ വോൾട്ടേജസ്. അപ്പോൾ നമ്മൾ ഈക്വൽ വോൾട്ടേജ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് അൺഈക്വൽ വോൾട്ടേജസ്. ഇത് യൂണിഫോം ലോഡിങ്ങിന്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ, കോൺസെൻട്രേറ്റർ അല്ല. ലാസ്റ്റ് ഓക്കെ. കൺസിഡർ ഡിസ്ട്രിബ്യൂട്ടഡ് എ ബി, ലെങ്ത് എൽ മീറ്റർ, നമ്മൾ നേരത്തെ പോലെ ഹാവ് എ റെസിസ്റ്റൻസ് ഓഫ് 6 ohms per meter with a uniform loading I amperes per meter run. Okay. Let the distributor be fed point A B with ഇവിടുന്ന് വി എയും കൊടുത്തു, ഇവിടുന്ന് വി ബിയും കൊടുത്തു. അൺഈക്വൽ വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? സപ്പോസ് അറ്റ് ദ പോയിന്റ് മിനിമം പൊട്ടൻഷ്യൽ, ഈ സിയിലാണ് മിനിമം പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ. അപ്പൊ അതിനുള്ള ഡിസ്റ്റൻസ് എക്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡിസ്റ്റൻസ് എന്താണ്? എൽ മൈനസ് എക്സ് ആണ്. റൈറ്റ്? ഓക്കെ. ദർഫോർ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സെക്ഷൻ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എന്താണ്? മറ്റൊരുത്ത് എന്തായിരുന്നു? ഐ ആർ എൽ ബൈ ടു എന്ന് കൊടുത്തതിന് പകരം ഇവിടെ എന്താണ്? ഐ ആർ എക്സ് സ്ക്വയർ ബൈ ടു എന്ന് കൊടുക്കും. ഓക്കെ. At the distance c from the feeding point is എന്താണ്? At the distance, as the distance of c from the feeding point is എന്താണ്? സിയിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? എൽ മൈനസ് എക്സ്. Therefore current fed from b is equal to എന്താണ്? ഐ ഇൻറ്റു എൽ മൈനസ് എക്സ്. അല്ലെ? ഇവിടെ കറണ്ട് ഫെഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഐ ഇൻറ്റു എക്സ് ആയിരുന്നു. ഐ ഇൻറ്റു എക്സ് അല്ല ഇവിടുത്തെ കറണ്ട് ഫെഡ് ചെയ്ത്. അപ്പൊ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഇൻറ്റു എക്സ് സ്ക്വയർ ആർ ബൈ ടു, അങ്ങനെയാണ് ഇത് കൊടുത്തത്. അപ്പൊ ഇവിടെ അതേപോലെ എന്ത് വരും? ഇത് നമ്മൾ നേരത്തെ ആദ്യത്തെ ഇക്വേഷൻ സബ്മിറ്റ് ചെയ്ത പോലെയാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഈ എക്സിന് പകരം ഇവിടെ എന്ത് ചെയ്യും? എൽ മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു വരും. അതായത് ഇവിടുന്ന് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഐ ആർ ഇൻറ്റു എൽ മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു ഇൻറ്റു വോൾട്സ്. നൗ വോൾട്ടേജ് അറ്റ് പോയിന്റ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് അറ്റ് പോയിന്റ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? വി സി ആണ്. അതായത് നമുക്ക് എന്താ പറയാം? വി എ മൈനസ് ഡ്രോപ്പ് ഓവർ എ സി അറിയാം അല്ലെ? അപ്പൊ വി എ നമ്മൾ ഓൾറെഡി കിട്ടി. വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ എ സി എന്താണ്? ഈ കിട്ടിയ സാധനം അതിവിടെ അപ്ലൈ ചെയ്തു. നൗ വോൾട്ടേജ് അറ്റ് സി എന്ന് പറഞ്ഞാൽ വി സി എന്താണ്? നമ്മൾ വി ബിയിൽ നിന്ന് കൊടുക്കുന്നതും അവിടെ ഡ്രോപ്പ് ഓവർ ബി സി എഴുതിച്ചില്ലേ അത് മൈനസ് ചെയ്യുക. അപ്പൊ അത് ഇവിടെ എഴുതി. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആയി അല്ലെ? അപ്പൊ എന്താണ്? ഫ്രം ഇക്വേഷൻസ് 1 and 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു ദിസ് എഴുതാം. അതായത് 1 ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം അല്ലെ? അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? സോൾവിങ് ദി ഇക്വേഷൻസ് ഫോർ എക്സ് വി ഗെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി ഡിവൈഡഡ് ബൈ ഐ ആർ എൽ പ്ലസ് എൽ ബൈ ടു. നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. Okay, as all the quantities on the right hand side of the equation are known, therefore the point on the distributor where minimum potential occurs can be calculated. നമുക്ക് ഇതെല്ലാം അറിയണോണ്ട് തന്നെ വി എന്താണ് നമ്മൾ അപ്ലൈ ചെയ്ത് അറിയാം, വി ബി എന്താണെന്ന് അറിയാം, ഐ എ യൂണിഫോം നമുക്ക് ഉണ്ടാവും, ആർ എൽ ഇതൊക്കെ അറിയണോണ്ട് എന്താണ് ഏതാണ് മിനിമം പോയിന്റ്? എക്സ് എന്ന ഡിസ്റ്റൻസ് എന്തായിരുന്നു? മിനിമം പോയിന്റ്, അതായത് എവിടെയാണോ മിനിമം പൊട്ടൻഷ്യൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. Now AC distribution calculation. AC distribution calculations DC distribution കാൽക്കുലേഷനെക്കാട്ടി ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതെന്താന്നുള്ളത് നോക്കാം. ഇൻ കേസ് ഓഫ് DC സിസ്റ്റം വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഡ്യൂ ടു റെസിസ്റ്റൻസ് അല്ല. ഒരു DC സിസ്റ്റത്തിൽ റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ AC സിസ്റ്റത്തിൽ എന്തുണ്ടാവും? റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇൻഡക്ടൻസ് ഉണ്ടാവും, ഇതിന്റെ മൂന്നിന്റെ കൂടിയിട്ടുള്ള കമ്പൈൻഡ് എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ DC സിസ്റ്റത്തിൽ എന്താണ്? അഡീഷനും സബ്ട്രാക്ഷനും എന്താണ്? അരിത്തമാറ്റിക്കലി ചെയ്യാം. പക്ഷെ മറ്റേത് എന്താണ്? വെക്ടോറിയലി വേണം ചെയ്യാൻ. ഓക്കെ, വെക്ടർ ബേസ് ആണ് ചെയ്യാൻ. കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട, എളുപ്പമാണ്. ഇൻ എൻ AC സിസ്റ്റം പവർ ഫാക്ടർ PF ഹാസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് അല്ലെ? AC സിസ്റ്റം ആകുമ്പോൾ റെസിസ്റ്റൻസ് ഇൻഡക്ടൻസ് ഒക്കെ വരുമ്പോൾ cos phi എന്നുള്ളൊരു സാധനം പവർ ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. Loads tapped off from the distributor are generally at different power factors. നമ്മൾ ലോഡ് ഡിഫറെന്റ് പവർ ഫാക്ടേഴ്സ്, നമ്മൾ നേരത്തെ ലോഡ് ഇങ്ങനെ ടാപ്പ് ചെയ്യില്ല, ഡിഫറെന്റ് പവർ ഫാക്ടേഴ്സിലായിരിക്കും. അതുകൊണ്ട് രണ്ട് വേസ് ഓഫ് പവർ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാം. ഇറ്റ് മേ ബി റെഫേർഡ് ടു സപ്ലൈ ഓർ റിസീവിംഗ് എൻഡ് വോൾട്ടേജ്. ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് എ റെഫറൻസ് ഫാക്ടർ. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? സപ്ലൈയുടെ എൻഡിന് വെച്ചിട്ട് റെഫറൻസ് വെക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് വെക്കാം. ഇറ്റ് മേ ബി റെഫേർഡ് ടു ദ വോൾട്ടേജ് അറ്റ് ദ ലോഡ് പോയിന്റ്. അതല്ലെങ്കിൽ ലോഡിന്റെ അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് പവർ ഫാക്ടർ ചെക്ക് ചെയ്യാം.
There are several ways of solving AC distribution problems. However, symbolic notation method has been found to be most convenient for this purpose. അപ്പോൾ most convenient ആയിട്ടുള്ള ഒരു purpose ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Now methods of solving AC distribution problems. Okay. ഈ രണ്ടെണ്ണത്തിന്റെ പ്രോബ്ലംസ് ഇതിൽ ചോദിക്കാം, അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ആയിട്ട് തരും. ഓക്കെ. In AC distribution calculation, power factors of various load currents have to be considered since currents in different section of distributor will be the vector sum of. അപ്പോൾ നമ്മൾക്ക് ഇതിൽ പവർ ഫാക്ടർ കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് അരിത്തമാറ്റിക് സം ആയിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വെക്ടർ ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ. അപ്പോൾ പവർ ഫാക്ടർ ഓഫ് ലോഡ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഒന്ന് വിത്ത് റെസ്പെക്ട് ടു റിസീവിംഗ് ആൻഡ് ഓർ സെൻഡിങ് ആൻഡ് വോൾട്ടേജ്, റിസീവിംഗ് ആൻഡ് അല്ലെങ്കിൽ സെൻഡിങ് ആൻഡ് വോൾട്ടേജിനെ റെഫർ ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ വിത്ത് റെഫറൻസ് ടു ലോഡ് വോൾട്ടേജ്, ലോഡിന്റെ വോൾട്ടേജ് എന്താണോ അതിനനുസരിച്ചിട്ട് എടുക്കാം. Now, first one, power factor referred to receiving end voltage. നമ്മൾ receiving end voltage വെച്ചിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ എടുക്കാൻ പോകും. Okay. Consider an AC distributor A and B with concentrated loads of I1, I2, tapped off at point C and B. Okay. Taking receive end voltage VB. VB നെ നമ്മൾ receive end voltage reference factor ആയിട്ട് എടുത്തു. Lagging power factor ആയിട്ട് C and BB cos phi1 and cos phi2. അപ്പോൾ ഇത് ഒരു ലാഗിംഗ് പവർ ഫാക്ടർ നമ്മൾ cos phi1 cos phi2 നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് അസ്യൂം ചെയ്തു. ഇനി ലെറ്റ് R1 be the resistance, X1 be the reactance of the section. Let R1 X1. Okay. അപ്പൊ AC-യുടെയും AB-യുടെയും R1 ഉം X1 ആയിട്ട് ഞാൻ എന്ത് ചെയ്തു കൺസിഡർ ചെയ്തു. അതായത് R1 X1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റെസിസ്റ്റൻസും റിയാക്ടൻസും, R2 X2 ആണ് ഇവിടുത്തെ റെസിസ്റ്റൻസും റിയാക്ടൻസും. ഓക്കെ. അപ്പൊ ഇംപെഡൻസ് ഓഫ് സെക്ഷൻ AC, ഈ AC-യുടെ ഇംപെഡൻസ് പറഞ്ഞാൽ എന്താണ്? ZAC ആണ് അല്ലെ? അതെന്താണ്? R1 plus JX1 ആണ്. വെക്ടർ ZAC. Then ഇംപെഡൻസ് ഓഫ് സെക്ഷൻ CB എന്ന് പറഞ്ഞാൽ എന്താണ്? ZCB is equal to R2 plus JX2. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ലോഡ് കറന്റ് അറ്റ് പോയിന്റ് സി, ലോഡ് കറന്റ് അറ്റ് പോയിന്റ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? I1 അല്ലെ? ലോഡ് കറന്റ് അറ്റ് പോയിന്റ് സി I1 is equal to എന്താണ്? I1 into cos phi1 minus j sin phi1 ആണ്. I1 into cos phi1 minus j sin phi. ലോഡ് കറന്റ് അറ്റ് പോയിന്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? I2, വെക്ടർ I2 is equal to I2 into cos phi2 minus j sin phi2. ഓക്കെ. ഇനി കറന്റ് ഇൻ സെക്ഷൻ സി ബി, കറന്റ് ഇൻ സെക്ഷൻ സി ബി ആണ് എന്താണ്? ICB ആണ്. അതെന്താണ്? I2 ആണ് അല്ലെ? അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചത്. ഇനി കറന്റ് ഇൻ സെക്ഷൻ എ സി ആണ് എന്താണ്? കറന്റ് ഇൻ സെക്ഷൻ എ സി ആണ് എന്താണ്? I1 plus I2 ആണ്. എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1 plus I2 അല്ലേ? അപ്പൊ എന്താണ്? I1 plus I2 പറഞ്ഞു കഴിഞ്ഞാല് it is സെൻഡിങ് ആൻഡ് വോൾട്ടേജ് VA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? VB plus VCB plus VAC ആണ്. സെൻഡിങ് ആൻഡ് കറന്റ് പറഞ്ഞാൽ IAC I1 plus I2. അപ്പോൾ നിങ്ങൾ വെക്ടർ ഡയഗ്രാം നോക്കാം. അണ്ടർ ദീസ് കണ്ടീഷൻ ഹിയർ റിസീവിംഗ് ആൻഡ് വോൾട്ടേജ് VB ഈസ് ടേക്കൺ ആസ് എ റെഫറൻസ്. VB എന്താ റെഫറൻസ് ആക്കി എഴുതും. അപ്പോൾ VB-ക്ക് എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I2 R2 ഉണ്ട് അല്ലെ? I2 X2 ഉണ്ട്. അതിന്റെ അതായത് I2 ഉണ്ട് ഇതിന്റെ വെക്ടർ സം ആണ് നിങ്ങൾക്ക് ഇവിടെ എത്തിയത്. അതേപോലെ അതിന്റെ അവിടേക്ക് എത്രയാണ് VC. ഇനി I1ന്റെ ക്വാണ്ടിറ്റി ഉണ്ട്, അതിന്റെ വെക്ടർ സം കൂടി കിട്ടുന്നതാണ് VA. അപ്പൊ VA ആണ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അല്ലെ? ഈ I2 ഇങ്ങോട്ട് കിട്ടാൻ കാരണം എന്താണ്? I1ഉം I2 തമ്മിൽ I1 നമ്മളെ VBക്ക് നമ്മൾ ഒരു 5-1 ആംഗിളിൽ വരുന്നതാണ് I1. ഓക്കെ. VBക്ക് 5-2 ആംഗിൾ വരാണ് I2. അപ്പൊ ഇതിന്റെ വെക്ടർ സം ആയിരിക്കും IAC. നിങ്ങൾ ആ ഇക്വേഷൻസ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നേരത്തെ കേസിൽ നിങ്ങൾ നോക്കുന്നത് വെച്ചാൽ ആ വെക്ടർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ എന്താണ് പറയാ ഈ ഇൻഡക്റ്റീവ് നേച്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ലാഗിംഗ് പവർ ഫാക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. Now power factor referred to respective load voltage. Second one. Suppose the power factor of load in the previous figure are referred to the respective load voltages. Then phi1 is the phase angle between VC and I1. VCയും I1ഉം തമ്മിലുള്ള എന്താണ്? phi1 ആയിരിക്കും. VC and I1 അതുപോലെ phi2 ആയിരിക്കും VB and I2 തമ്മിലുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന VCയും I1ഉം തമ്മിലുള്ളത് phi1 ആയിരിക്കും, VBയും ഇതായിരിക്കും. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സെക്ഷൻ CB. അപ്പോൾ ഇത് നേരത്തെ പോലെ അതേപോലെ ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ. ആ ഫിഗർ വെച്ചിട്ട്
ഒന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പറയാം, വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സെക്ഷൻ സി ബി ആണ് I2 ഇൻറ്റു ഇസഡ് സി ബി ആണ്. ഞാൻ ആ ഫിഗർ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ I2 ഇൻറ്റു ഇസഡ് സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കി നോക്കി വോൾട്ടേജ് നമ്മളുടെ I2 ഇൻറ്റു ഇസഡ് സി ബി പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് I2 ഇൻറ്റു ഇസഡ് സി ബി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. അപ്പോൾ അത് കിട്ടും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ആ ഫിഗർ ഒന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്. ഓക്കെ,